എല്ലാ വിദ്യാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ മെഡിക്കൽ എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ബയോളജിയാണ് നീറ്റ് ക്ലാസ്സിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. നീറ്റ് നിങ്ങൾ മെഡിസിൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ എഴുതുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന എക്സാം ഏതെന്ന് ചോദിച്ചാൽ എൻട്രൻസ് എക്സാം നീറ്റ് ആണ്. നീറ്റ് ഓർത്തോണം. മെഡിക്കൽ എൻട്രൻസ് കൊണ്ട് ഉദ്ദേശിക്കണ ഇപ്പോൾ നീറ്റ് ആണ്. നീറ്റിന്റെ ഫുൾ ഫോം നാഷണൽ എൻട്രൻസ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന്. ഇത് ഇന്ത്യയിൽ ഒട്ടാകെ MBBS, BDS, അഗ്രികൾച്ചർ, ആയുർവേദ, ഹോമിയോ തുടങ്ങിയ എല്ലാ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കും ഡിഗ്രി കോഴ്സുകൾക്കും MBBS ഉൾപ്പെടെയുള്ള ഡിഗ്രി കോഴ്സുകൾക്കും അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ് തുടങ്ങിയ അനുബന്ധ ഡിഗ്രി കോഴ്സുകൾക്ക് പ്രൊഫഷണൽ കോഴ്സ്, ഇവയെല്ലാം വിളിക്കുന്ന പേര് പ്രൊഫഷണൽ കോഴ്സുകളെന്നാണ്. ഈ കോഴ്സുകൾക്കായി നടത്തുന്ന ഇന്ത്യ ഒട്ടാകെ നടത്തുന്ന ഒരു പ്രൊഫഷണൽ എൻട്രൻസ് പ്രവേശന പരീക്ഷയാണ് നീറ്റ് എന്ന് പറയുന്ന ഫുൾ ഫോം നാഷണൽ എൻട്രൻസ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഇത് നിങ്ങൾക്ക് +1 വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. +2 വിദ്യാർത്ഥികൾക്ക് കോഴ്സിന്റെ അവസാനം ജനുവരി ആകുമ്പോഴാണ്, ഒടുവിലാണ് +2 പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്താണ് ഇത് അപ്ലൈ ചെയ്യാനുള്ളത്. സെക്കൻഡ് ഇയർ ഏകദേശം കോഴ്സ് തീരാറാവുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ നീറ്റിന്റെ കൊടുക്കാനായി ക്ഷണിക്കപ്പെടുന്നു. ഈ നീറ്റിന്റെ ക്ഷണിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് +2വിന്റെ കോഴ്സ് കഴിഞ്ഞ ഉടൻ, +2 പരീക്ഷ സാധാരണ ഏപ്രിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ മെയ്യിലാണ് സാധാരണ, മെയ് 5-ാം തീയതിയാണ് സാധാരണ നീറ്റ് പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ പരീക്ഷ ഇപ്പോൾ മെയ്യിൽ നടക്കാനുള്ള പരീക്ഷ ഇപ്പോൾ സെപ്റ്റംബറിലേക്ക് മാറ്റിവച്ചിരിക്കുകയാണ്. ഇപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് അത് എഴുതാൻ കഴിയുന്നത്. ഇപ്പോൾ +1ന് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ +2ന് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷ എഴുതാൻ കഴിയില്ല. ഇപ്പോൾ അടുത്ത വർഷം +1 വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷവും +2ന് ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം അടുത്ത വർഷവും അതായത് 2021ലും +1ന് 2022ലും മാത്രമേ നീറ്റ് പരീക്ഷ എഴുതാൻ കഴിയൂ. അതുനേരെ അവർ ഈ +1 പഠനത്തോടൊപ്പം എൻട്രൻസിന്റെ ക്ലാസ്സുകളും പഠിച്ചുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കടന്നുകൂടാൻ കഴിയും. നമുക്ക് എൻട്രൻസ് കിട്ടിയാലും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെ വേണോ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നീറ്റിലൂടെ സാധിക്കും. MBBS ആണെങ്കിൽ MBBS, BDS, അതുപോലെ തന്നെ ആയുർവേദ ഡോക്ടർ, MBBS, ഹോമിയോ, അതുപോലെ തന്നെ BHMS, AHMS, ഫിഷറീസ്, അഗ്രികൾച്ചർ, BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി തുടങ്ങിയ പല കോഴ്സുകൾക്കും ഇതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. എന്നാൽ B.Pharm എന്ന് പറയുന്ന ഫാർമസി കോഴ്സിന് നിങ്ങൾക്ക് ഇതുവഴിയല്ല പോകുന്നത്. അത് ഡിഗ്രി കോഴ്സ് ഫാർമസി, ബാച്ചിലർ ഓഫ് ഫാർമസി B.Pharm, അത് കേരള നടത്തുന്ന എൻട്രൻസ് ആയി കീം എഴുതിയാണ്, കീമിന് ഒരു പേപ്പർ എഴുതിയാണ് പോകേണ്ടത്. ഓർത്തോളണം. മെഡിക്കൽ അനുബന്ധമായ B.Pharm എഴുതാൻ, B.Pharmന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഏതാണ് കീം. ബാക്കിയുള്ള മെഡിക്കൽ അനുബന്ധമായിട്ടുള്ള എല്ലാ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾക്കും നീറ്റ് ഒരു പരീക്ഷ മാനദണ്ഡമാണ്. നീറ്റിനെ കുറിച്ച് പറയുമ്പോൾ നീറ്റ് സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നീറ്റിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ആണുള്ള 180 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 180 ക്വസ്റ്റ്യൻ ആവുമ്പോൾ എത്ര മിനിറ്റ് ഉണ്ടായിരിക്കും? 180 മിനിറ്റ്. 1 മിനിറ്റ് 60 മിനിറ്റ് അപ്പൊ 120 എത്ര മണിക്കൂറാവും? 3 മണിക്കൂർ പരീക്ഷയാണ് നടത്തുന്നത്. ഈ 3 മണിക്കൂർ പരീക്ഷ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് 4 ചോയ്സ് ഉണ്ടായി. 1, 2, 3, 4 ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഉത്തരത്തിന്റെ നേരെ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇത് കറുപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 3 ശരിയാണ് ഇങ്ങനെ കറുപ്പിക്കുക. ഡാർക്ക് ബോൾ പെൻ കൊണ്ട് കറുപ്പിക്കുക. ഇതാണ് അതിന്റെ മെത്തേഡ്. ഇതുവരെയുള്ള OMR ഷീറ്റ് തരും. OMR ഷീറ്റിലാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 180 ക്വസ്റ്റ്യൻ എടുത്തു നോക്കിയാൽ +1ലെയും +2ലെയും സിലബസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. +1ലെയും +2ലെയും ടോപ്പിക്കാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 45, കെമിസ്ട്രി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 45,
ബയോളജി എന്ന് പറഞ്ഞാൽ ബയോളജി പ്രാധാന്യം നോക്കിയുള്ള ബയോളജി 90 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ 40, 90 എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും? ടോട്ടൽ 180 ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് ടോട്ടൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ബയോളജിക്ക് അമിത പ്രാധാന്യം ഉണ്ടായിരിക്കണം. സാധാരണ വിദ്യാർത്ഥികൾ ബയോളജി എഴുതിയ ശേഷം മാത്രം കെമിസ്ട്രി ഫിസിക്സിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ സമയം കൂടെ ഫിസിക്സിൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് എത്ര മിനിറ്റ് ആണുള്ളത്? 1 മിനിറ്റ്. 1 മിനിറ്റ് ആണ് സമയം. വായിക്കുന്നതിനും ആൻസർ ചെയ്തതിനും 1 മിനിറ്റ്. അങ്ങനെ ടോട്ടൽ മിനിറ്റ് 180 ക്വസ്റ്റ്യൻ, 180 മിനിറ്റ് അഥവാ 3 മണിക്കൂറാണ് ഉണ്ടായിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ അല്ലെ? ഒരിക്കലും പറഞ്ഞ എന്താണ്? നമ്മൾ എൻട്രൻസ് എഴുതുന്ന നീറ്റാണ്. നീറ്റിനകത്ത് നമ്മൾ പറഞ്ഞ 180 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. 180 ക്വസ്റ്റ്യൻ എഴുതുന്ന 180 മിനിറ്റ് ആണ്. 180 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിസിക്സ് 45, കെമിസ്ട്രി 45, ബയോളജി എന്ന് പറയുന്നത് 90 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ 90 ക്വസ്റ്റ്യൻസില് നമ്മളൊക്കെ എല്ലാം ഓരോ മിനിറ്റാണ് ഓരോ ക്വസ്റ്റ്യൻ ഉള്ളത്. നമ്മൾ ചില സമയത്ത് ബയോളജി വേറെ 50 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് 40 സെക്കൻഡ് എടുത്തുകൊണ്ട് ബാക്കിയുള്ള സമയം ഇത് രണ്ട് ഫിസിക്സിലും കെമിസ്ട്രിയിലും പ്രോബ്ലം വരും. അതുകൊണ്ട് ഇത് 1.25 മണിക്കൂർ, 1.25 മിനിറ്റോ 1 മണിക്കൂർ, 1 മിനിറ്റ് 10 സെക്കൻഡ് കൂടുതൽ എടുപ്പിച്ച് നമുക്കിത് ഫോളോ ചെയ്യണം. ബയോളജി വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യേണ്ടതാണ്. മനസ്സിലായി? എന്നാലേ നമുക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ശരി ഉത്തരത്തിന് 4 സ്കോറാണ്. എന്നാൽ ഒരു റോങ്ങിന് ഈ 4 മാർക്കും പോകും, പ്ലസ് മൈനസ് 1 പോകും. ഒരു സ്കോർ മൈനസും കൂടെ പോകും. തെറ്റ് റോങ് ആൻസറിന് ഏതായിരിക്കും? ഒരു മൈനസ് മാർക്ക് കൂടെ കുറയ്ക്കും എന്നുള്ള കാര്യം ഓർത്തോളുക. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നീറ്റിനെ കുറിച്ച് പറയുന്നത്. നീറ്റ് അല്ലെ മെഡിസിൻ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും എഴുതേണ്ട പരീക്ഷയാണ് നീറ്റ്. നീറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എൻട്രൻസ് എലിജിബിലിറ്റി ടെസ്റ്റ്. +2 വിദ്യാർത്ഥികൾക്ക് അവസാനം +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ടേമിൽ അവസാന മാസം ജനുവരിക്ക് ആകുമ്പോൾ മാത്രമാണ് നീറ്റിന് അപേക്ഷ ഓൺലൈൻ വഴി ക്ഷണിക്കുന്നത്. ഓൺലൈൻ ക്ഷണിച്ച ശേഷം മെയിലാണ് എക്സാം നടക്കുന്നത്. ഇത് 3 മണിക്കൂറുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ്. ആ OMR ഒബ്ജക്റ്റീവ് പരീക്ഷ OMR ഷീറ്റാണ് തരുന്നത്. 180 മിനിറ്റ് 3 മണിക്കൂർ പരീക്ഷയാണ്. 180 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫിസിക്സ് 45, കെമിസ്ട്രി 45, ബയോളജി 90 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മൊത്തം 180 ക്വസ്റ്റ്യൻ. ഒരു ശരിയായ ഉത്തരത്തിന് 4, ഒരു തെറ്റായ ഉത്തരത്തിന് 4 മാർക്ക് പോകുന്നതോടൊപ്പം തന്നെ -1 മാർക്ക് മിസ്സിംഗ് ആവുകയും ചെയ്യും എന്നുള്ള കാര്യം ഓർത്തോളൂ. OMR ടെസ്റ്റ് ആയിരിക്കും അല്ലെ? ടാലന്റിൽ ഇപ്പൊ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ടാലന്റിന്റെ എൻട്രൻസ് വർക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. കിട്ടാത്തവർ എത്രയും പെട്ടെന്ന് ഫീസ് അടച്ചത് കൈപ്പറ്റുക. ബാക്കിയുള്ള മെജോറിറ്റി വരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ തൽക്കാലം അവർക്ക് ഈ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. കിട്ടാത്തവർക്ക് വേണ്ടി ഒരിക്കലും ഞാൻ ഇതിന്റെ നോട്ട് അയച്ചു തരും. ഏതെങ്കിലും വാട്സാപ്പിൽ അതിന്റെ എത്താത്തവർക്കുണ്ടെങ്കിൽ ഒന്നും കൂടെ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ ഇന്ന് മെഡിക്കൽ നീറ്റ് എൻട്രൻസിന്റെ ബന്ധപ്പെട്ട് ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കുന്നത്. സുവോളജിയുടെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ ആദ്യ ചാപ്റ്റർ തുടക്കം ഐശ്വര്യമായ 1ാമത്തെ ചാപ്റ്റർ തുടങ്ങിയാണ്. നമ്മൾ ആദ്യം ഇതിന്റെ ഒരു ടെസ്റ്റ് ക്ലാസ് ആണിത്. ശ്രദ്ധിക്കാം, നമുക്ക് ലൈവ് ക്ലാസ്സിന് കുറെ പരിമിതികളുണ്ട് അല്ലെ? നമുക്ക് ഒരാളെ കാണാൻ കഴിയുന്നുള്ള, ഒരു ആൻസർ കാണുന്നുണ്ട്, അത് ശ്രദ്ധിക്കുന്നുണ്ട്, അറിയാൻ പറ്റുന്നതൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആദ്യം 1ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്, ലിവിംഗ് വേൾഡ്. ഇതില് ലിവിംഗ് വേൾഡിൽ നമ്മൾ പ്രധാനമായും ഇതിനകത്തുനിന്ന് മിക്കവാറും ഒരു 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ, 1ഓ 2ഓ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. മാക്സിമം 2 ക്വസ്റ്റ്യൻ. നീറ്റിന്റെ 90 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ അഥവാ 3 ക്വസ്റ്റ്യൻ മാത്രം ഈ ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കുക. അത്ര ചെറിയൊരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, കാരണം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ നമ്മൾക്ക് ഫസ്റ്റ് ഇയറിന് ഏകദേശം 22 ചാപ്റ്റർ ഉണ്ട്. സെക്കൻഡ് ഇയറിന്റെ ബയോളജിയിൽ 16 ചാപ്റ്റർ ഉണ്ട്. ഏകദേശം 40-45 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4, 2, 8, 80 ക്വസ്റ്റ്യൻ ആയിട്ട് ഓരോ ചാപ്റ്റർ 2 അതുകൊണ്ട് മാക്സിമം 1ഓ 2ഓ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഏതിൽ നിന്ന് പ്രതീക്ഷിക്കുക? ഈ 1ാമത്തെ ചാപ്റ്റർ സോളോ ചാപ്റ്ററിന്റെ പേര് എന്താണ്? ദ ലിവിംഗ് വേൾഡ്. ഇത് പ്രതീക്ഷിക്കുക. ഞാൻ ഇന്നലെ അയച്ചു തന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിനകത്തുനിന്ന് സാധാരണ ചോദിക്കുന്നത് എൻട്രൻസുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു ഐഡിയ പറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായിട്ട് വരുന്നത് ഇതിനകത്ത് ആദ്യം ഇൻട്രൊഡക്ഷൻ പറയുന്നു. വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് സെൽഫ് കോൺഷ്യസ്നസ് പറയും. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എൻട്രൻസിന് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. അല്ലെ, സാധാരണ എല്ലാ ലിവിംഗ് ഓർഗാനിസത്തിന്റെയും ബോഡി മേഡപ്പ് ഓഫ് സെൽസ് അല്ലെ? സെല്ലുലാർ അല്ലെങ്കിൽ സെല്ലില്ലാത്ത ബോഡിയുള്ള ജീവി ഏതാണ്? വൈറസ് മാത്രമാണ്. വൈറസ്, വിറോയിഡ്, പ്രിയോൺസ്, ഇങ്ങനെ കുറെ എണ്ണം അതിനകത്തുണ്ട്. ഓക്കെ, ഏതൊക്കെയുണ്ട്? വൈറസ് ഉണ്ട്, വൈറോയിഡ് ഉണ്ട്,
പ്രയോൺസ് ഉണ്ട്. ഇതൊക്കെയാണ് സെല്ലില്ലാത്ത ജീവികളുണ്ട്. മൈക്കോപ്ലാസ്മ, സെല്ലില്ല അല്ലെ, മൈക്കോപ്ലാസ്മ, ഇതൊക്കെ പിന്നീട് പഠിക്കും. മൈക്കോപ്ലാസ്മ വൈറസ് എന്ന് പറയുന്നുള്ളൂ. വൈറസ് അല്ല, വൈറസിനെ കൂടാതെ സെല്ല് ഓർഗനൈസേഷൻ ഇല്ലാത്ത ജീവികൾ വൈറസ്, വൈറോയിഡ്, പ്രിയോൺസ്, മൈക്കോപ്ലാസ്മ, റിക്കറ്റ്സിയ തുടങ്ങിയ എല്ലാം സെല്ലില്ലാത്ത ജീവികളാണ്. പക്ഷെ ഏത് കാണിക്കുന്നുണ്ട്? ലിവിംഗ് ഓർഗാനിസം ആയിട്ട് കൺസിഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഏതിലേക്ക് വന്നു? നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്, ഈ ചാപ്റ്ററിലെ എൻട്രൻസ് ടോപ്പിക് നമ്മൾ പറയുന്നത് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ലിവിംഗ് ഓർഗാനിസം പ്രസന്റ് ഇൻ ദ വേൾഡ് 1.7 to 1.8 മില്യൺസ് ഉണ്ട്. അവയെ നമ്മൾ നോമൻക്ലേച്ചർ നടത്തി. നോമൻക്ലേച്ചർ മീൻസ് നാമകരണം നടത്തി. നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ICBN, ICZN, അത് ക്വസ്റ്റ്യൻ എൻട്രൻസിന് പറഞ്ഞാണ്. ICBN ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കും. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ICZN ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ചോദിക്കും. പിന്നീട് ഇത് ചോദിക്കാതാണ് ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണെന്നും ടാക്സോണമിയുടെ ഫാദർ കരോളസ് ലിനേസ് ഓർ കാൾ ലിനേസ് ആണെന്നും നമ്മൾ പഠിച്ചു. നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട് ബൈനോമി നോമൻക്ലേച്ചർ എന്താണെന്ന് പറഞ്ഞു. ഒരു സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ നെയിമിന് രണ്ട് പദങ്ങളുള്ള വേർഡ് നെയിമുകളെ വിളിക്കുന്ന ബൈനോമി നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കരോളസ് ലിനേസ് ആണ്. അത് ഓർത്തോണം. കരോളസ് ലിനേസ് ആണ് ബൈനോമി നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബുക്കിന്റെ പേര് ഓർത്തോണം, സ്പീഷീസ് പ്ലാന്റേറം. ഒരു ബയോളജിക്കൽ നെയിമിൽ ഏതൊക്കെ ഉണ്ടായിരിക്കും? ജീനസ് നെയിംസ്. ഇത് പരീക്ഷിച്ച് എൻട്രൻസ് ബന്ധപ്പെട്ട് ചോദിക്കും. ജീനസ് നെയിം, സ്പീഷീസ് നെയിം ഉണ്ടായിരിക്കും. അതിന്റെ റൂളുകൾ ഓർക്കുക. 4 റൂളുകളിൽ ജീനസ് നെയിം സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ, സ്പീഷീസ് നെയിം സ്റ്റാർട്ട് വിത്ത് സ്മാൾ ലെറ്റർ. അത് പ്രത്യേകിച്ച് ഓർക്കണം. അതാണ് നിങ്ങൾ എൻട്രൻസിൽ ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ആദ്യം കിടപ്പുണ്ട്. നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി ജീനസ് നെയിം എപ്പോഴും സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ആയിരിക്കും അതിന്റെ ആദ്യ അക്ഷരം. സ്പീഷീസ് നെയിം സ്മാൾ ലെറ്റർ ആയിരിക്കും. അതുപോലെ ലാറ്റിനിലായിരിക്കും സയന്റിഫിക് നെയിം. 2 സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യണം. അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തോണം. അതിനുശേഷം നമ്മൾ ഏതിലേക്ക് വന്നു? ക്ലാസിഫിക്കേഷനിലേക്ക് വന്നു. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും സിമിലാരിറ്റീസിന്റെ അടിസ്ഥാനമാക്കി ഗ്രൂപ്പ് ചെയ്യുന്ന പ്രക്രിയയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ടൈം നമ്മൾ പഠിച്ചു സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സിന്റെ വേറെ പേര് ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞ ടൈം ഇൻട്രൊഡ്യൂസ് എന്താണ് ശരിക്കും ആരാണ് സിസ്റ്റമാറ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലിനേസ് ആണ്. ഇപ്പൊ അതൊക്കെ മാറി ബയോ സിസ്റ്റമാറ്റിക്സ് അഥവാ ജൂലിയൻ ഹക്സിലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ബയോ സിസ്റ്റമാറ്റിക്സ് എന്ന ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതല്ല മോസ്റ്റ് മോഡേൺ ടൈമാണ് ബയോ സിസ്റ്റമാറ്റിക്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജൂലിയൻ ഹക്സിലി. ജൂലിയൻ ഹക്സിലിയുടെ ബയോ സിസ്റ്റമാറ്റിക്സ് ഉണ്ട്. അതിനകത്ത് ന്യൂമറിക്കൽ ടാക്സോണമി, കീമോ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, ഇങ്ങനെ പല ബ്രാഞ്ചസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻട്രൻസോ ബന്ധപ്പെട്ടപ്പോൾ അത് പറയാണ്ട് ടെക്സ്റ്റിലൊന്നും അത് കാണത്തില്ല. ഇതിനകത്ത് ഇപ്പൊ ബുക്ക് ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ സെഷൻ നോമൻക്ലേച്ചർ എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ കൂടാതെ തന്നെ അവിടെ ഏതെങ്കിലും ഉൾപ്പെടുത്തിയിരിക്കും അവയുടെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഉൾപ്പെടുത്തിയ സിസ്റ്റമാറ്റിക്സ് ആണ് പറയുന്നത്. സിസ്റ്റമാറ്റിക്സ് എന്ന ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ ഇത് ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പറഞ്ഞു വന്ന ടോപ്പിക്കിൽ കിടക്കാൻ വേണ്ടിയാണ്. ഈ ചാപ്റ്ററിനെ കുറിച്ചൊരു ഒരു നട്ഷെല്ലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഇത് വെച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മള് ക്ലാസിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബയോളജിക്കൽ കാറ്റഗറീസിനെ കുറിച്ച് പറഞ്ഞു. ബയോളജി കാറ്റഗറീസ് ഇമ്പോർട്ടന്റ് ആണ്. 7 ബയോളജി കാറ്റഗറി ഇമ്പോർട്ടന്റ് ഉണ്ടെന്നാണ് ലിനേഴ്സിന്റെ അഭിപ്രായം. കിങ്ഡം അല്ലെങ്കിൽ ഡിവിഷൻ ഓർ ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. സ്പീഷീസ് ഏറ്റവും താഴ്ന്നത്തെ ടാക്സോൺ ആണെന്ന് അറിയുക. സ്പീഷീസ് ജീനസുകൾ ചേർന്ന് ഫാമിലി, ഫാമിലികൾ ചേർന്ന് ഓർഡറുകൾ ചേർന്ന് ക്ലാസുകൾ ചേർന്ന് ഡിവിഷൻ ഓർ ഫൈലങ്ങൾ ചേർന്ന് കിങ്ഡമായി മാറുന്ന രീതി എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദിക്കുക ഓരോ ജീവിയുടെയും ഫൈലങ്ങൾ. ഇപ്പൊ പട്ടിയുടെ എന്താണ്, പൂച്ചയുടെ ഫൈലം ഏതാണ്, മസ്കോ ഡൊമസ്റ്റിക്കയുടെ ഫൈലം ഏതാണ്, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യൻ ഏത് ഓർഡറിലാണ് വരുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എൻട്രൻസിൽ ചോദിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ ടാക്സോണമിക് പൊസിഷൻ ചോദിക്കും. ഓക്കെ, നമ്മൾ ഉദാഹരണത്തിന് നമ്മളെ ഫെലിസ് ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത് ഏത് ഡിവിഷനാണ് പറയുന്നത്, അത് എങ്ങനെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻട്രൻസിന് വരും. അതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതിലേക്ക് വന്ന ശേഷം നമ്മൾ ടാക്സോണമിക് എയ്ഡ്സിലാണ് ഇതിനൊക്കെ പറയുന്നത്. ടാക്സോണമിക് എയ്ഡുകൾ വരുമ്പോൾ ടാക്സോണമി അഥവാ ക്ലാസിഫിക്കേഷനെ സഹായിക്കുന്ന ടാക്സോണമിയെ സഹായിക്കുന്ന ഡിവൈസുകളാണ്. അതായത് ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സൂ, പിന്നെ നമ്മൾ പറഞ്ഞ കീ, ഫ്ലോറ, മാനുവൽസ് എന്നിവയെ കുറിച്ചെല്ലാം നിങ്ങൾ അവയർനെസ് ആയി വായിച്ചിരുന്നാൽ മാത്രമേ +1 ചാപ്റ്റർ ഫുൾ തറവാണെങ്കിൽ മാത്രമേ ഈ ചാപ്റ്റർ ഫുൾ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻട്രൻസിനെ കുറിച്ച് പഠിക്കാൻ കഴിയും എന്നുള്ള കാര്യം അതല്ലാതെ വെറുതെ രാവിലെ വന്ന് +1 എൻട്രൻസ് എവിടെ എന്ന് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഫസ്റ്റ് നമ്മളിപ്പോ ഒരു ബുക്ക് പഠിക്കണമെങ്കിൽ അതിന്റെ ആദ്യ അക്ഷരങ്ങൾ അഴിയണം, സെന്റൻസ് പഠിക്കണം, വേർഡ് പഠിക്കണം എന്ന് പറയും പോലെ ഈ ചാപ്റ്റർ ഭംഗിയായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എൻട്രൻസിലേക്ക് കടക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകിച്ച് ഓർക്കുക.
മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ചാപ്റ്റർ ഭംഗിയായി പഠിക്ക്, വായിച്ച് പഠിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ട് കൂടുതൽ ഉള്ളിലേക്ക് പോവുക എന്നുള്ളതാണ്. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ 6ലേക്ക് പഠിക്കുമ്പോൾ 7, അതിന്റെ ഉള്ളിലേക്ക് ചാപ്റ്റർ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് എൻട്രൻസിലേക്ക് പ്രവേശിക്കുക. ഇതിനെ കൂടുതൽ ഉള്ളിലേക്ക് പോവുക, ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ എൻട്രൻസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. ഇതിനകത്ത് ക്വസ്റ്റ്യൻ അയച്ചു തന്നായിരുന്നു നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് ദ കറക്റ്റ് മെത്തേഡ് ഓഫ് റൈറ്റിംഗ് സയന്റിഫിക് നെയിം ഓഫ് കോക്കനട്ട് പ്ലാന്റ്. നമ്മൾ ഇന്നലെ അയച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇതിനകത്ത് കോക്കനട്ട് പ്ലാന്റ് അല്ലെ, കോക്കനട്ട് പ്ലാന്റ് നമുക്കറിയാം. ആരാണ് കോക്കനട്ട് പ്ലാന്റ്? തെങ്ങ്. നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന വൃക്ഷമാണ് കോക്കനട്ട്. സംസ്ഥാന വൃക്ഷം തെങ്ങല്ലോ അല്ലേ, അതാണ് അല്ലെ നമ്മളെ കോക്കനട്ട്. നമ്മൾ കേരളം കോക്കനട്ട്. ഇതിന്റെ സയന്റിഫിക് നെയിം കറക്റ്റ് എന്താണ്? അതിന്റെ ബൈനോമിയൽ, ഇതാണ് ക്വസ്റ്റ്യൻ. ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ അടിസ്ഥാനമാക്കി കോക്കനട്ടിന്റെ കറക്റ്റ് നെയിം ഏതാണ്? ഇതാണ് കറക്റ്റ്. കോക്കസ് ഏതാണ്? ന്യൂസിഫറ. കണ്ടോ? കോക്കസ് ന്യൂസിഫറ. കോക്കസ് ഈസ് ദ ജീനസ് നെയിം, ന്യൂസിഫറ ഈസ് ദ സ്പീഷീസ് നെയിം. കണ്ടോ? ഈ കോക്കസ് ന്യൂസിഫറ എന്ന് പറയുന്നത് നമ്മളൊക്കെ എയും അതുപോലെ തന്നെ ഡിയും ഒരുപോലെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? എയും ഡിയും. അതിൽ ഏതാണ് കറക്റ്റ്? എ ആണ് കറക്റ്റ്. കാരണം അല്ലെ, എയുടെ ജീനസ് നെയിം ക്യാപിറ്റലും സ്പീഷീസ് നെയിം സ്മാൾ ലെറ്റർ വന്നു. പക്ഷെ ഡിയിൽ നോക്കിയാൽ 2 സ്മാൾ ലെറ്റർ ആണ്, അതുകൊണ്ട് തെറ്റാണ്. എന്നാൽ ഏത് ഓപ്ഷൻ? ഡി ഓപ്ഷൻ. കോക്കോസ് ന്യൂസിഫറിൽ എൻ ക്യാപിറ്റൽ വന്നു, മറ്റേലൊക്കെ സിയും തെറ്റാണ്, എൻ ക്യാപിറ്റൽ വന്നു സ്പീഷീസ് നെയിം. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും ആൻസർ? ക്വസ്റ്റ്യൻ കോക്കനട്ടിന്റെ സയന്റിഫിക് ആപ്റ്റായിട്ട് എഴുതുന്ന ഏതാണ്? കോക്കസ് ന്യൂസിഫറ. ഞാൻ ക്വസ്റ്റ്യൻ അയച്ചിരുന്ന ഓപ്ഷൻ പ്രകാരം നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്ന എ ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വായിച്ചു നോക്കണം. ക്ലിയർ ആണെങ്കിൽ ഓക്കെ അടിക്കണം. ഓക്കെ, ശരിയാണോ തെറ്റുണ്ടെങ്കിൽ പറയാൻ വേണം. അതില് കോക്കസ് ന്യൂസിഫറ എ ഓണാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനുകൾ വായിച്ച് എൻട്രൻസ് ബുക്കുള്ളവർ നോക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് അയച്ചു തന്നിട്ടുണ്ട് അത് നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ടേം ടാക്സോണമി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. എല്ലാവർക്കും അറിയാം ടാക്സോണമി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്ട്? ഇതിനകത്ത് ഓപ്ഷൻ ഡീക്കൻ ഡോളി ഉണ്ട്, ഒന്ന് ബന്ധമാൻ ഹുക്കർ ഉണ്ട്, ലിനേസ് ഉണ്ട്, ഹക്സിലി ഉണ്ട്. ആരാണ്? ആൻസർ ഏതാണ്? സി. ആരാണ്? കരോളസ് ലിനേസ്. നമുക്ക് എല്ലാവരും ആദ്യം പറഞ്ഞു ലിനേസ് ആണ്, ശരിയല്ലേ? ലിനേസ് ആണ് ഏത് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓക്കെ, കറക്റ്റ്. ദ ടേം ലിനേസ്, ദ ടേം ടാക്സോണമി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലിനേസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് മോഡേൺ ടാക്സോണമി. അതിനകത്ത് നമ്മള് ആധുനിക ടാക്സോണമിയുടെ അടിസ്ഥാനമാക്കി താഴെ പറയുന്നവർ ശരി ഏതാണ്? ഞാൻ 4 ABCD ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. സ്പീഷീസ് ആർ ഡീലിമിറ്റഡ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. ആൻസർ ബി ആണ്. ആൻസർ ബി. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ആൻസർ ഏതാണ്? ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്ട്? ആൻസർ ബി ആണ്. സ്പീഷീസ് ആർ ഡീലിമിറ്റഡ് only on the basis of morphological characters. അല്ലെ, സ്പീഷീസ് ആർ believed to be dynamic. None of this. Identify the incorrect ആണ്, തെറ്റായിട്ടുള്ളതാണ്. ബാക്കിയുള്ള എല്ലാം ശരിയാണ്, തെറ്റായിട്ടുള്ള ഇതാണ്. മോർഫോളജിയുടെ അടിസ്ഥാനമാക്കി മാത്രം സ്പീഷീസിനെ നമുക്ക് പറയാൻ പറ്റൂല. അവയുടെ അനാട്ടമി നോക്കണം, ജീനോടൈപ്പ് നോക്കണം, മറ്റ് എവല്യൂഷൻ എല്ലാം നോക്കണം. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? തെറ്റായിട്ടുള്ള ആൻസർ ഏതാണ്? സി. മൂന്നാമത്തെ സി. ശരിയാണല്ലോ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ. Then question number 4. In a taxonomic hierarchy, the number of common characters will increase as we go from. നമ്മള് ടാക്സോണമിക് ഹൈറാർക്കി നമ്മൾ എഴുതും. സ്പീഷീസ്, അടുത്ത് കഴിഞ്ഞിട്ട് ജീനസ്, ജീനസുകൾ ചേർന്ന് ഓർഡർ, ഓർഡറുകൾ ചേർന്ന് ഏതായിട്ട് മാറും? ഫാമിലി, ഫാമിലികൾ ചേർന്ന് ക്ലാസ്, ക്ലാസുകൾ ചേർന്ന് ഡിവിഷൻ ഓർ ഫൈലം, ഫൈലങ്ങൾ ചേർന്നതായിട്ട് മാറും കിങ്ഡം. ഇങ്ങനെ പോകുന്ന അല്ലെ, ഇങ്ങനെയുള്ള അസൈൻ എഴുതാണ്. ഇങ്ങനെയുള്ള ശ്രദ്ധിക്കുക. ഇന്ന ടാക്സോണമിക് നമ്പർ ഓഫ് കോമൺ ക്യാരക്ടേഴ്സ് വിൽ ഇൻക്രീസ് ആസ് വി ഗോ ഫ്രം. ഏതായിരിക്കും? എവിടെ നിന്നാണ്? സ്പീഷീസ് ടു ജീനസ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ. ബാക്കിയുള്ളതെല്ലാം ഒരുപോലുള്ള ജീനസുകൾ കുറവായിരിക്കും, ഒരുപോലെ ഓർഡർ ഫാമിലി കുറവായിരിക്കും, ക്ലാസ്സിനകത്തുള്ള ഫാമിലി എണ്ണം കുറവായിരിക്കും. ഇതിനകത്തുള്ള ക്ലാസ് ഏറ്റവും കൂടുതൽ ജീനസിനകത്താണ് ഏറ്റവും കൂടുതൽ ഏത് വരുന്ന? സ്പീഷീസ് അല്ലെ. അപ്പൊ ആൻസർ കറക്റ്റ് ഏതായിരിക്കും? In a taxonomic hierarchy, the number of common characters will increase as we go from species to genus.
നമ്മൾ ഒരുപോലെയുള്ള സ്പീഷീസുകൾ ചേർന്ന് ജീനസുകളാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടർ വരുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ആണ് ഉള്ളത്. ജീനസിന് കഴിഞ്ഞ കൂടുതൽ സ്പീഷീസ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൻസർ ഏതായിരിക്കും? സി. നാലാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരിക്കും? അല്ലെ, തേർഡ് ആൻസർ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ബി ആണ്. മൂന്നാമത്തെ ആൻസർ ബി ആണ്. ഒന്നാമത്തെ എ, 2 സി, 3 ബി. നാലാമത്തെ നോക്കുക, നാലാമത്തെ വായിക്കുക. നാലാമത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻ എ ടാക്സോണമിക് ഹയറാർക്കി ദി നമ്പർ ഓഫ് കോമൺ ക്യാരക്ടേഴ്സ് വിൽ ബി ഇൻക്രീസ് ആസ് വി ഗോ ഫ്രം സ്പീഷീസ് ടു ജീനസ്. ആൻസർ സി. ആൻസർ സി. ഓക്കെ. എൻട്രൻസിന്റെ വർക്ക് ബുക്ക് വാങ്ങിക്കാത്തവരൊന്ന് വന്ന് കൈപ്പറ്റണം, മറക്കരുത്. മനസ്സിലായല്ലേ? എല്ലാവരും അഡ്മിഷൻ എടുത്ത് കൈപ്പറ്റണം, വെറുതെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കരുത്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്ലാസ് ഈസ് ദ കാറ്റഗറി ഓഫ് ടാക്സോണമി വിച്ച് ഇൻക്ലൂഡ്സ് റിലേറ്റഡ് ഡാഷ്. ക്ലാസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. ക്ലാസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് പൊസിഷൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ക്ലാസ് ഈസ് ക്ലാസ് ഈസ് ദ കാറ്റഗറി ഓഫ് ടാക്സോണമി വിച്ച് ഇൻക്ലൂഡ് റിലേറ്റഡ്. ഏതായിരിക്കും റിലേറ്റഡ്? അറിയാം, റിലേറ്റഡ് ഫാമിലി. ഒരുപോലുള്ള ഫാമിലി ചേർന്നായിരിക്കും ക്ലാസ് ഉണ്ടാവണം. അപ്പൊ ആൻസർ ഏതാണ്? താഴെ നോക്കിയാണ്. താഴെ ആൻസർ ഏതായിരിക്കും? ഫാമിലിയാണ്. ക്ലാസ് അല്ലെ? ആൻസർ ഏതാണ്? ഇൻ എ ടാക്സോണമി ദ നമ്പർ ഓഫ് കോമൺ ക്യാരക്ടർ വിൽ ആസ് ഇൻക്രീസ് ഫ്രം the class is the category of taxonomy which include related ഏതാണ്? റിലേറ്റഡ് ഏതായിരിക്കും? സോറി, ഇവിടെ തെറ്റ്. ഫാമിലി ചേർന്നതായിരിക്കും ഓർഡർ ചേർന്നതല്ലേ ക്ലാസ്. അപ്പൊ റിലേറ്റഡ് ഏതായിരിക്കും? ഓർഡേഴ്സ്. മറക്കരുത്, ശരിയല്ലേ? ആൻസർ ഏതായിരിക്കും? അപ്പൊ ആൻസർ ഏത് വരുന്നു? 5ന്റെ ആൻസർ ഏത് വരുന്നു? ബി. അഞ്ചാമത്തെ ആൻസർ ബി. തെറ്റുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻ വായിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻസർ ഓർഡർ. ശരിയല്ലേ? അതായത് ക്ലാസ് എന്ന് പറയുന്ന ഒരു ടാക്സോണമിക് കാറ്റഗറിയിൽ ഏത് ചേർന്നാണ് നിർമ്മിതമായിരിക്കുന്നത്, ഏത് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ചേർന്നാണ്? ആൻസർ ഓർഡർ. ഓർഡർ എന്ന ഓപ്ഷൻ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ആൻസർ ആണ് ബി. സംശയമില്ലല്ലോ? എല്ലാവരും ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ നമ്മൾ കുറച്ച് സ്പീഡ് കൂടിയാണെങ്കിൽ പറയണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6. ഇതൊക്കെ വായിക്കട്ടെ. അപ്പൊ ആദ്യത്തെ 5 നമ്മൾ പഠിച്ചു. ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. വളരെ സിമ്പിൾ ആണ്. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് 50,000 ലക്ഷം രൂപ കൊടുത്ത് അഡ്മിഷൻ നേടി നമുക്ക് നേടാനുള്ള കാര്യമല്ല എൻട്രൻസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്താൽ ഏറ്റവും കൂടുതൽ റിസൾട്ട്. ഓക്കെ, അത് നിങ്ങളെ കഴിവുപോലെ ഇരിക്കും. അല്ലാതെ ഇന്ന് 50,000 60,000 പോയി കോട്ടയോ പാലയൊക്കെ പോയി അടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അത് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ആര് വർക്ക് ചെയ്യുന്നോ കിട്ടും. വർക്ക് ചെയ്യാനുള്ള കഴിവ്, വർക്ക് ചെയ്യാനുള്ള മെന്റാൽ, ആദ്യത്തെ ഈ സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പാണ്. പ്ലസ് 2 ടോപ്പിക് മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ഇതിന്റെ ബുക്കുകളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ പുഷും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന മെഡിക്കൽ സീറ്റ് നിങ്ങൾക്ക് സുന്ദരമായിട്ട് പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 6ാമത്തെ. ന്യൂ സിസ്റ്റമാറ്റിക്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജൂലിയൻ ഹക്സ്ലി ഈസ് ആൾസോ കാൾഡ്. ഞാൻ പറഞ്ഞു സിസ്റ്റമാറ്റിക്സ് എന്ന പദം ലിനൈസ് ആണ്. ഇപ്പൊ ആ സിസ്റ്റമാറ്റിക്സ് എന്ന പദം മാറിയിട്ട് ഒരു പുതിയ പദം ആടിയിട്ടുണ്ട്. ന്യൂ സിസ്റ്റമാറ്റിക്സ്. ന്യൂ സിസ്റ്റമാറ്റിക്സ് എന്നാണ് ടേം ആടിയിട്ടുണ്ട്. ഈ ടേം ആടിയത് ജൂലിയൻ ഹക്സ്ലിയാണ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്? ദ ടേം ന്യൂ സിസ്റ്റമാറ്റിക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജൂലിയൻ ഹക്സ്ലി. അല്ലെ? ഇതിന്റെ വേറൊരു പേരെന്താണെന്നാണ്? ന്യൂ സിസ്റ്റമാറ്റിക്സ് ഇസ് ആൾസോ കാൾഡ് ബയോ സിസ്റ്റമാറ്റിക്സ്. ബയോ സിസ്റ്റമാറ്റിക്സ് എന്നാണ് എന്റെ ആൻസർ. ബയോ സിസ്റ്റമാറ്റിക്സിനകത്ത് പറയണം. ബാക്കിയുള്ള ഇതിനകത്ത് ഉൾക്കൊള്ളും. ഏതൊക്കെയാണ്? ക്ലാഡിസ്റ്റിക്സ്, ഫിനറ്റിക്സ്, കണ്ടോ? അതുപോലെ ഇതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ന്യൂമറിക്കൽ ടാക്സോണമി, കീമോ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി എല്ലാം ഈ ന്യൂ സിസ്റ്റമാറ്റിക്സിനകത്ത് ഉൾപ്പെടും. അതിന്റെ വേറൊരു പേരാണ് ബയോ സിസ്റ്റമാറ്റിക്സ്. ഇൻട്രൊഡ്യൂസ് ഏതാണ്? ജൂലിയൻ ഹക്സ്ലി. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്? ജൂലിയൻ ഹക്സ്ലി. സിസ്റ്റമാറ്റിക്സ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ആരാണ്? ലിനൈസ്. ഓക്കെ. അപ്പോ ഇതിനകത്തുള്ള ടേം ഏതാണ്? ആൻസർ ഏതാണ്? 6ാമത്തെ ആൻസർ ഏതാണ്? സി. 6. ഉത്തരം സി. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ 7. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ഫൈലം ഓഫ് കാനിസ്. 7ാമത്തെ ഫൈലം ഓഫ് കാനിസ്.
കാനിസ് എന്ന് പറഞ്ഞാൽ കാനിസ് ഡൊമസ്റ്റിക്ക എന്ന് പറഞ്ഞാൽ ഏതാണ്? പട്ടി അല്ലെ. കാനിസിന്റെ ഏതാണ് ചോദിച്ചത്? കാനിസിന്റെ ഏതാണ്? കാനിസിന്റെ അല്ലെ റെപ്രസെന്റ് ഫൈലം. കാനിസിന്റെ ഫൈലം ഏതെന്നാണ് ചോദ്യം അല്ലെ. ഫൈലം നമുക്കറിയാം. നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ കാനിസിന് നമുക്ക് എഴുതാൻ പറ്റണം. നമുക്ക് സിസ്റ്റമാറ്റിക് പൊസിഷൻ എഴുതി നോക്കാം. കാനിസിന്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ എഴുതി നോക്കാം. കാനിസ് എന്താണ്? ഡോഗ്. ഡോഗിന് നമ്മൾ എഴുതാമെന്ന് പറയാൻ പറ്റും. നമ്മള് ജീനസ് സ്പീഷീസ് കാനിസ് ഡൊമസ്റ്റിക്ക എന്താണ്? ജീനസ് കാനിസ് അല്ലെ. ജീനസ് അടുത്താണ് ഫാമിലി. അതിന്റെ ഫാമിലി നമ്മൾ എന്ത് എഴുതാൻ പറ്റും? ഫെലിഡേ. ഡോഗ് ഫാമിലി കാനിഡേ. കാനിഡേ ഫാമിലി അല്ലെ. അടുത്ത ഓർഡർ കാർണിവോറ. അടുത്ത ക്ലാസ് മമേലിയ. ക്ലാസ് മമേലിയ. ഫൈലം കോഡേറ്റ. കിങ്ഡം അനിമേലിയ. കണ്ടോ? ഇങ്ങനെ എഴുതി നോക്കണം അല്ലെ. കിങ്ഡം അനിമേലിയ അല്ലെ. കാനിസ് സ്പീഷീസ് ഡൊമസ്റ്റിക്ക. ഡൊമസ്റ്റിക്ക എന്നാണ് സ്പീഷീസ് എന്നാണ്. കാനിസ് ഡൊമസ്റ്റിക്ക പട്ടി. ജീനസ് കാനിസ്. ഫാമിലി കാനിഡേ. ഓർഡർ കാർണിവോറ. ക്ലാസ് മമേലിയ. ഫൈലം കോർഡേറ്റ. കിങ്ഡം ഏതറി അനിമേലിയ. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ഫൈലം ഓഫ് കാനിസ്? ഫൈലം ഓഫ് കാനിസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കോർഡേറ്റ. ആൻസർ ഏതാന്ന് നോക്കിയാണ്. കോർഡേറ്റ എന്ന് പറയുമ്പോൾ ഏതിനകത്തുണ്ട്? 7-നകത്ത്. ആൻസർ ഡി. 7ന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡി. കണ്ടോ? ഇങ്ങനെയാണ് ഇത് കണ്ടെത്താനുള്ളത്. ഓക്കെ. ഫോർത്തിന്റെ ആൻസർ ഇപ്പോഴും ഓർത്തില്ല. ഫോർത്തിന്റെ ആൻസർ സി. അശ്വതി രാജൻ. 4ാമത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 5ാമത്തെ ആൻസർ ബി ബോയ് ആണ്. 6ന്റെ ആൻസർ സി ആണ്. 7ന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ഡോഗിന്റെ ഡി ആണ്. കോർഡേറ്റ. കണ്ടോ? ഡി കോർഡേറ്റ. ഫൈലം കോർഡേറ്റ. കാനിസ് എന്ന് പറഞ്ഞ ഡോഗ് വരുന്ന ഫൈലത്തിന്റെ പേരെന്ത്? ആൻസർ കോർഡേറ്റ എന്നാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ. ഇനി അപ്പൊ ഇത് ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാമല്ലോ. സ്പീഡ് കൂടുന്നില്ലല്ലോ. ഇങ്ങനെയാണ് കണ്ടെത്തേണ്ട രീതികൾ. ഇപ്പൊ ഡോഗിന്റെ ഓർഡർ ചോദിച്ച പഴുതാണ് കാർണിവോറ. കാനിസ് എന്ന ഡോഗ് നോർത്തണം അല്ലെ. ഫെലിസ് എന്നാണ് ഏതാണ്? ഫെലിസ് പൂച്ച. ഓട്ടെ. പാന്തറ എന്നാണ് പാന്തറ. ടൈഗ്രീസ് പാന്തറ. അതൊക്കെ അറിയാലോ. ഭാഗ്യം കിടക്കുന്നില്ല. എൻട്രൻസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കാറ്. ഇപ്പൊ 7ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ വായിച്ചു നോക്കാം. ഇല്ലാത്തവർക്ക് ഞാൻ ഏതെങ്കിലും ഗ്രൂപ്പിന് അയച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ നോക്കിയ ശേഷം അയച്ചു തരും. ഓക്കെ. അഡ്മിഷൻ നേടാത്തുള്ള കംപ്ലൈന്റ് ആണ്. പുസ്തകം സ്വന്തമായിട്ട് നോക്കി പഠിക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. ഇൻ വീറ്റ് ആൻഡ് മക്കോയ്. ക്വസ്റ്റ്യൻ ഉണ്ടോ? 8. വീറ്റ് നമുക്കറിയാം. വീറ്റ് ആൻഡ് മക്കോയ്. നിങ്ങൾ ഞെട്ടി. എന്താണ് ഈ മക്കോയ്? മക്രോണിയ മീന എന്തിനാണ് മക്കോയ്? മക്കോയ് നൈറ്റ് ഷെയ്ഡ്. നമ്മൾ സോളാനം നൈഗ്രത്തിനെയാണ് ചുണ്ടയാണ് മക്കോയ് എന്നറിയപ്പെട്ടത്. ഓക്കെ. ഇതാണ് സോളാനം നൈഗ്ര. നമ്മൾ മക്കോയ് എന്നാണ് ഇതൊക്കെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ നിന്നായിരിക്കും വന്ന് ഇറങ്ങണത്. ഓക്കെ അല്ലെ. നമ്മള് മക്കോയ് എന്ന് പറയുന്നത് മക്കോയ് എന്ന് പറയുന്നത് അല്ലെ ഒരു ചെടിയാണ് അല്ലെ. നമ്മൾ നോക്കിയാൽ അല്ലെ സോളാനം നൈഗ്രം. അത് വീറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഗോതമ്പ്. അതിന്റെ സൈനിക് നെയിം ട്രെറ്റിക്കം ഈസിറ്റീവം. ഈസിറ്റീവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോതമ്പ്. ഇത് കമ്മിങ് ആണ്. ഇത് വരുന്നത് ഒരു മോണോകോട്ടും ഇത് വരുന്ന ഒരു ഡൈക്കോട്ട് പ്ലാന്റുമാണ്. രണ്ടും കൂടെ പക്ഷെ കോമൺ ഏതാണ്? രണ്ടും പൂക്കുന്ന സസ്യമാണ്. ആൻജിയോസ്പേംസ് ആണ്. ബാക്കി ഒരു വ്യത്യാസവും തമ്മിലില്ല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം. മക്കോയ് ആൻഡ് വീറ്റ് മാക്സിമം സിമിലാരിറ്റി ഒക്കേഴ്സ് അറ്റ് ദി ഏത് ലെവലായിരിക്കും? ഡിവിഷൻ. ഏത് ലെവലായിരിക്കും?
ഡിവിഷൻ നമുക്കറിയാം. കിങ്ഡം പ്ലാന്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അതായിരിക്കും ആൻജിയോസ്പേം. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് തിരിയണം. ഒന്ന് ഡൈക്കോട്ട്, ബാക്കി ഡൈക്കോട്ട് പ്ലാന്റ് മറ്റേ മോണോക്കോട്ട് പ്ലാന്റ് സിമിലാരിറ്റികളൊന്നും വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 8 ഇൻ വീച്ച് ആൻഡ് മക്കോയ് മാക്സിമം സിമിലാരിറ്റി ഒക്കർ അറ്റ് ദ ലെവൽ ഓഫ് റാങ്കിലായിരിക്കും ഡിവിഷൻ. ഏത് റാങ്കായിരിക്കും? ഡിവിഷൻ. അപ്പൊ ആൻസർ എത്രാമത്തെയാണ്? 8C. 8ന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആയിരിക്കും. ഇതൊരു സൊളാന നൈഗ്രം ചുണ്ട ഡൈക്കോട്ട് പ്ലാന്റ് ദ്വിബീജപത്ര സസ്യവും ട്രെട്ടിക്ക എലിസിറ്റി എന്ന മോണോക്കോട്ട. അപ്പൊ ഈ ക്ലാസ്സിലവിടെ രണ്ട് വേർതിരിച്ച് ഞങ്ങൾക്ക് പോവേ. അപ്പൊ കോമൺ സിമിലാരിറ്റി എവിടെ വരെ എനിക്ക് രണ്ട് പൂക്കുന്ന സസ്യം ഡിവിഷൻ ആൻജിയോസ്പേമിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ആൻസർ സി ആണ്. ഇനി 9 പാസേജ് ഇവിടെ തന്നിട്ടുണ്ട്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ബയോളജിക്കൽ മ്യൂസിയം ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. കണ്ടോ, അതിനകത്ത് നമ്മൾ ഇന്ന് മ്യൂസിയത്തിനെ കുറിച്ച് പറഞ്ഞു. മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് plants and animal specimens are study and reference ആണ്. Specimens are preserved in containers and jar and preservative solution ആണ്. Large animals like bird, mammals are usually stuffed and preserved ആണ്. Skeletons of mammals are generally kept in museum. ഓക്കെ, ഇതിനകത്ത് ചോദിക്കുന്നത് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ബയോളജിക്കൽ മ്യൂസിയം ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ആൻസർ ആണ് ആൾ ഓഫ് ദീസ്. എല്ലാം ശരിയാണ്. ആൻസർ ഏതാണ്? ഡി. എല്ലാം കറക്റ്റ് ആണ്. വായിച്ചേക്കണം. 9ന്റെ ആൻസർ ഏതാണ്? ഡി. മ്യൂസിയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും അത് പറഞ്ഞേക്കുന്നത് ശരിയാണ്. ആരാമലെ സി അല്ല, ഡി ആണ്. ഡി എന്നാണ് ആൾ ഓഫ് ദീസ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് മ്യൂസിയത്തിന്റെ. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കും, അത് തെറ്റാണ് സ്കെൽറ്റൻ. ഇങ്ങനെ നമ്മൾ തിരുത്താൻ വേണ്ടി ചോദിക്കും. ഇത് സമയം കൂടുതൽ എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് 4 ഓപ്ഷൻ തരുന്നു, 4 നമ്മൾ വീണ്ടും തിരിക്കുന്നു, അതിന് നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നു. മനസ്സിലല്ലേ? ഇത് കൺഫ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആൾ ഓഫ് ദിസ് ശരിയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 ICBN സ്റ്റാൻഡ് ഫോർ. 10ാമത്തെ ക്വസ്റ്റ്യൻ എടുത്താണ്. ICBN സ്റ്റാൻഡ് ഫോർ. ICBN എപ്പോഴും പറഞ്ഞില്ലേ, ചോദിക്കുന്നത് ICBN എന്താണ്? ICBN സ്റ്റാൻഡ് ഫോർ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ICBN ക്വസ്റ്റ്യൻ നമ്പർ 10 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കിയാണ്. ICBN സ്റ്റാൻഡ് ഫോർ ഏതായിരിക്കും? ICBN സ്റ്റാൻഡ് ഫോർ നിങ്ങൾക്ക് അറിയാം. എത്ര ICBN സ്റ്റാൻഡ് ഫോർ ഏതായിരിക്കും? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ആൻസർ സി. ഓക്കെ, 10ന്റെ ആൻസർ ഏതാണ്? 10ന്റെ ആൻസർ ഏതാണ്? സി. എല്ലാവർക്കും അറിയാം, വളരെ ഈസി. എന്താണ് ഫുൾ ഫോം? എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ഇസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വിച്ച് കൺസേൺഡ് വിത്ത് നോമൻക്ലേച്ചർ ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളിൽ പേരെടുക്കുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് എന്ന് പറയുന്നത് ICBN. ഇനി 11ാമത്തെ വായിക്കുക. വിച്ച് നോമൻക്ലേച്ചർ വാസ് ഗിവൺ ബൈ ലിനേഴ്സ്? വിച്ച് നോമൻക്ലേച്ചർ? നോമൻക്ലേച്ചർ ഏത് നാമകരണ പ്രക്രിയയാണ്? ഏത് നോമൻക്ലേച്ചർ പ്രക്രിയയാണ് ലിനേഴ്സ് ഇൻട്രൊഡ്യൂസ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ബൈനോമിയൽ. 11 ആൻസർ ഏതാണ്? അത് 11 ആൻസർ സി, ബൈനോമിയൽ. ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഓക്കെ, കറക്റ്റ്. മിടുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. സം നോൺ ലിവിംഗ് articles can increase in size due to addition of similar material to their surface. This process is called. ഇതൊരു നമ്മളെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് പാറകളൊക്കെ നമ്മൾ പലതരത്തിൽ ഇങ്ങനെ വീണ്ടും അല്ലെങ്കിൽ ഇത് ശരിക്കും ഫോസിലൊക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ഇതിനകത്ത് ആൻസർ ഇൻഡു സസെപ്ഷൻ ആണ്. ആൻസർ ബി ആണ്. അതായത് മെറ്റീരിയലുകൾ അതിനകത്തേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങുകയോ വസ്തുക്കൾ അടിഞ്ഞുകൂടിയോ ഒരു ജീവനില്ലാത്ത വസ്തു വലിപ്പം വർദ്ധിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഇൻഡു സസെപ്ഷൻ. ആൻസർ ബി. ഇനി നിങ്ങളൊരു 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ്. കണ്ടാ നിങ്ങൾ ഞെട്ടും. കണ്ടോ, ഒരു കുറെ എണ്ണം വന്നിട്ട് അതിന്റെ ഓപ്ഷൻ ആണ്. ഇത് നിങ്ങൾ ആ 1 മിനിറ്റ് കളയുകയാണ്. ഇത് നോക്കിക്കൊണ്ടെങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് പോകും. മനസ്സിലായില്ലേ? മാച്ച് ദ ഫോളോ. അപ്പൊ നിങ്ങൾ അറിയാവുന്ന 1 ആൻഡ് സെലക്ട് ദ കറക്റ്റ് വൺ അല്ലെ? കോളം 1 ICBN കണ്ടോ, ICZN കണ്ടോ, ICBN വേറെ ഒന്നുണ്ട് ICNCP അല്ലേ? ഇങ്ങനെ കിടപ്പുണ്ട് കണ്ടോ അല്ലെ? ICNC. ഇതിനകത്ത് ആദ്യം നിങ്ങൾക്ക് അറിയാന്നുള്ള നമ്മൾ നോക്കാം. ഏതാണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ കൺസിഡർ പ്ലാന്റ് നോമൻക്ലേച്ചർ. ICZN എന്ന് പറയുമ്പോൾ ഏതാണ്? അനിമൽസ്. പിന്നെ ICVN എന്നാണ് ഇന്റർനാഷണൽ കോഡ് ഫോർ വൈറസ് നോമൻക്ലേച്ചർ. വൈറസുകളെ കുറിച്ചുള്ള നോമൻക്ലേച്ചർ ആണ് അല്ലെ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കറക്റ്റ് സീക്വൻസ് നിങ്ങൾ ഏതായിരിക്കും? ആൻസർ ആർക്ക് പറയാം? കൾട്ടിവേറ്റഡ് പ്ലാന്റ് ആണോ അല്ലെ? ഏതായിരിക്കും? പ്ലാന്റ്, അനിമല്, വൈറസ്. മറ്റേ കൾട്ടിവേറ്റഡ് പ്ലാന്റ് CP.
ഇനേർഷ്യൽ കർവ് ഫോർ നോമൻക്ലേച്ചർ ഫോർ കൾട്ടിവേറ്റഡ് പ്ലാന്റ്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികളെ കുറിച്ചുള്ള പേരിടണം. ആൻസർ ആർക്ക് പറയാം? കറക്റ്റ് സീക്വൻസ് എ. ആൻസർ കറക്റ്റ് ഏതാണ്? ആൻസർ ഏതാണ്? എ എന്ന് പറയുന്നത് 2, 3, 4. ഓക്കെ, കറക്റ്റ് ആൻസർ സീക്വൻസ് ബി അല്ലെ? ഇത് കറക്റ്റ് സീക്വൻസ് ഇവിടെ തന്നെ ഏതാണ്? ബി. ഓക്കെ, കറക്റ്റ്. 11ാമത്തെ ആൻസർ ബി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന രീതി മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ആൻസർ ബി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ, പക്ഷെ ആ സമയം കൂടുതൽ വേസ്റ്റ് ആയിക്കളായിരുന്നു. ആ ക്വസ്റ്റ്യൻ കണ്ട് അക്കോർഡിംഗ് ടു ബൈനോമിയൽ നോമൻക്ലേച്ചർ 2 words are used for naming plants and animals. ഏതൊക്കെയായിരിക്കും? ക്വസ്റ്റ്യൻ നമ്പർ 12. ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചറില് ഒരു സയന്റിഫിക് നെയിമിന് 2 പേരുകൾ ഉണ്ടായിരിക്കും. അത് ഏതൊക്കെ പദമാണ്? ഒന്ന് ഏതാണ്? ജീനസ് ഓർ ജനറിക് നെയിം. രണ്ടാമത്തെ ഏതായിരിക്കും? സ്പീഷീസ് ഓർ സ്പെസിഫിക് എപ്പിത്തൽ. അപ്പൊ ആൻസർ 12 ഏതായിരിക്കും? ആൻസർ പറയണം. 12ാമത്തെ അല്ല, 14ാമത്തെ ആൻസർ ഏതാണ്? 14th ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഡി. 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. 14ാമത്തെ അല്ലേ? 14ാമത്തെ ആൻസർ ഡി, ഡോഗ്. ഡി. കാരണം ഒരു സയന്റിഫിക് നെയിമിന്റെ ബൈനോമിയൽ നെയിമിന് 2 പദം. ഒന്ന് ജീനസ്, മറ്റൊരു സ്പീഷീസ്. മറ്റുള്ള ഫാമിലി ജീനസ്, ക്ലാസ്, ഓർഡർ തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. നമുക്ക് സ്വയം എഴുതാൻ പറ്റും. ഓർഡർ ഈസ് പ്ലേസ്ഡ്. ഓർഡർ ഈസ് പ്ലേസ്ഡ് അല്ലെ? ഓർഡർ 15 ക്വസ്റ്റ്യൻ. ഓർഡർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ. ആർക്കിടയിലാണ് നടത്തുന്നത്? നമുക്കിടയിലാണ്. ബിറ്റ്വീൻ. ഓർഡർ ആർക്കിടയിലാണ് എഴുതാൻ അറിയാതാണ്? നിങ്ങൾ എഴുതുക സ്പീഷീസ്, ജീനസ്, ഫാമിലി. അടുത്ത ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ ഓർ കിങ്ഡം. ചോദിക്കേണ്ടതായിട്ടുണ്ടാണ് ഈ ഓർഡർ ആർക്കിടയിലാണ് വരുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞാണ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് ഫാമിലി. ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് ഫാമിലി. അപ്പോ ആൻസർ എത്രയാണ്? ആൻസർ ഏതാണ്? ക്ലാസ് ആൻഡ് ഫാമിലി. അപ്പൊ ഏതായിരിക്കും? ആൻസർ സി. 15ന്റെ ഉത്തരം സി. ഓക്കെ, എളുപ്പമല്ലേ? ഏതാണ്ട് രീതി മനസ്സിലാവുന്നല്ലോ? 15ാമത്തെ ഉത്തരം സി. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണ്. ദി ടാക്സോൺ വിച്ച് ഇൻക്ലൂഡ് റിലേറ്റഡ് സ്പീഷീസ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാണ്. ദ ടാക്സോൺ. ഒരിക്കൽ വായിക്കണം, പെട്ടെന്ന് ആവർത്തിച്ച് വായിക്കണം. നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ് ചെയ്യുക. നമ്മൾ ശരിയെന്നായിരിക്കില്ല, ചിലപ്പോൾ തെറ്റായിട്ടെങ്കിൽ പോകും. എ ടാക്സോൺ. ഓക്കെ, ടാക്സോൺ ക്വസ്റ്റ്യൻ. ടാക്സോൺ ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 16. ടാക്സോൺ വിച്ച് ഇൻക്ലൂഡ് റിലേറ്റഡ് സ്പീഷീസ്. ടാക്സോൺ എന്നോ റാങ്ക് കൺസർ റിലേറ്റഡ് സ്പീഷീസ്. ഒരുപോലുള്ള സ്പീഷീസുകൾ ചേർന്നുള്ള ടാക്സോണിന്റെ പേരെന്ത്? ഏത് മന്ദബുദ്ധിക്ക് അറിയാൻ കഴിയുമല്ലോ. ആരായിരിക്കും ടാക്സോൺ? ഏതായിരിക്കും? ഒരേപോലെ റിലേറ്റഡ് സ്പീഷീസ് അടുത്ത ഏത് ഗ്രൂപ്പ് ഉണ്ടാവുന്നത് അറിയാം? ജീനസ് ഓർ ജനറിക് നെയിം. ആൻസർ ഏതായിരിക്കും? ആൻസർ ഏതാണ്? ഡി, ഡോഗിന്റെ ഡി. ഓക്കെ, ജീനസ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പറയണം. അല്ലാതെ ഇങ്ങനെ അല്ലേ? ഇത് നിങ്ങളിപ്പോ തന്നെ മനസ്സിലായല്ലോ. ആ ചാപ്റ്റർ തറവ് പഠിച്ചാൽ മാത്രമേ എൻട്രൻസ് പഠിക്കാൻ പറ്റൂ. അല്ലാതെ രാവിലെ നമ്മളെ രക്ഷാകർത്താക്കൾ പറഞ്ഞാല് എൻട്രൻസ് എവിടെ എന്ന് ചോദിച്ചാൽ എൻട്രൻസ് കിട്ടും. ആദ്യം യു ഷുഡ് തറവ് വിത്ത് ടോപ്പിക്സ്. ടോപ്പിക്കിനെ കുറിച്ച് ആധികാരികമായി പഠിച്ചാൽ മാത്രമേ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ കഴിയൂ. നമുക്ക് ഒരു ഫോർമുല പഠിച്ചാൽ മാത്രമേ ഒരു പ്രോബ്ലം ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞതുപോലെ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഏത് ടോപ്പിക്കാണോ ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് തറവ് വായിച്ച് ക്ലിയർ ആക്കിയാൽ മാത്രം നിങ്ങൾക്ക് ഏതിലേക്ക് കടക്കാൻ പറ്റും? എൻട്രൻസ് കടക്കാൻ പറ്റും. അത് ഇനിയെങ്കിലും ദയവായി സുഹൃത്തുക്കൾ ഓർത്തോണം എല്ലാവരും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 16ാമത്തെ നമ്മൾ പഠിച്ചു. അടുത്ത നമ്മൾ പഠിക്കുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ലൈവ് സ്പെസിമെൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ ഫൗണ്ട് റെസ്പെക്റ്റീവ്ലി ഇൻ. നമ്മൾ ടാക്സോണമിക് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ലൈവ് സ്പെസിമൻ, ജീവനുള്ള സ്പെസിമൻ കാണപ്പെടുന്ന എവിടെയൊക്കെ മാത്രമാണ്. നമുക്ക് ടാക്സോണമിക് എയ്ഡ് പ്രധാനമായി 5 പഠിച്ചത്. ഏതൊക്കെയാണ് പഠിച്ചത്? ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക് അഥവാ സൂക്കി. ഇതിനകത്ത് പ്രധാനമായി 5 എവിടെയാണ് കാണാൻ കഴിയണം? 1 ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ഓക്കെ, ബൊട്ടാണിക്കൽ ഗാർഡൻ ജീവനുള്ള സസ്യം കാണാൻ കഴിയും. മ്യൂസിയത്തിൽ കാണാൻ കഴിയുമോ? ഇല്ല. സുവോളജിക്കൽ പാർക്ക് ഓർ സൂവിലും കാണാൻ കഴിയും. ഈ 2 ആൻസറുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കിയാണ്. ബാക്കിയുള്ള എല്ലാം നമുക്ക് ജീവനുള്ള കാണാൻ. കീ എന്നുള്ള ബുക്കാണ്, കാണാൻ കഴിയുമോ?
മാനുവൽസ് ബുക്കാണ് കാണാൻ കഴിയോ? ഫ്ലോറ ബുക്കാണ് കാണാൻ കഴിയോ? കാറ്റലോഗ് ബുക്കാണ് കാണാൻ കഴിയോ? അത് കഴിഞ്ഞ് മ്യൂസിയത്തിൽ ചത്ത കാണാൻ കഴിയും? ഹെർബേറിയത്തിൽ ഉണക്കി ഒട്ടിക്കുന്ന ചെടികൾ ജീവനുണ്ടോ? അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ ബൊട്ടാണിക്കൽ ഗാർഡൻ സുവോളജി പാർക്ക് 17. ആൻസർ എ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എല്ലാ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഭാവിയിലെ ഡോക്ടേഴ്സ് ഒക്കെ ആവുന്നവരാണ് അല്ലെ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് ഫുൾ സ്കോർ. ഇപ്പോഴേ തുടങ്ങുക, മനസ്സിലായല്ലേ? നമ്മൾ ഇപ്പോഴും പല കുട്ടികൾ വീട്ടിൽ ഉറങ്ങുന്നേ ഉള്ളൂ, അവരൊന്നും ഇപ്പോഴും ഉണർന്നിട്ട് പോലില്ല. നിങ്ങൾ മുന്നേ ഉണരുന്നു, നമ്മൾ മുന്നേ ഓടുന്നു. ഏറ്റവും മുമ്പേ ഓടുന്ന ആൾക്കാർക്ക് റിസൾട്ടിന് ഫസ്റ്റ് വരുന്നത്. പിന്നീട് വന്നിട്ടൊന്നും കാര്യമില്ല അല്ലെ? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആര് പറഞ്ഞതുപോലെ? ചാൾസ് ഡാർവിൻ പറഞ്ഞതുപോലെ കഴിവുള്ളവൻ കാര്യക്കാരൻ. ആദ്യമേ പഠിക്കുക. ഓക്കെ, അതൊക്കെ നമ്മൾ എപ്പോഴും ബയോളജിക്ക് കുറെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് സഫിക്സ് ഈസ് യൂസ്ഡ് ഇൻ ദ നെയിം ഓഫ് പ്ലാന്റ് ഫാമിലി? ഇത് സാധാരണ ബോട്ടണിയായിട്ട് ബന്ധപ്പെട്ടാണ് ഡിഗ്രിക്കാർ. ഒരു പ്ലാന്റ് ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം, പ്ലാന്റ് ഫാമിലി ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അത് അവസാനം എൻഡ് ചെയ്യുന്ന 2 അക്ഷരം 3 അക്ഷരത്തിലെ എൻഡ് ചെയ്യും. അത് ഏത് എന്നാണ്? ACA, DA എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഞാൻ നേരത്തെ മക്കോയ്, സോളാനം നൈഗ്രം, സോളാനം ടോർവം, ഇതെല്ലാം വരുന്ന ഫാമിലി ഏതാണ്? സോളനേസിയേ. കണ്ടോ? സോളനേസിയേ. ഇത് പറഞ്ഞ ഏതാണ്? പോയേസിയേ. ഏതാണ്? ഗോതമ്പ് വരുന്നത്. കണ്ടോ? അപ്പൊ ഏത് എന്തിനാണ് സഫിക്സ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയാണ്. കണ്ടോ? നിങ്ങൾ ഞാൻ ആലോചിച്ച് നോക്കിയാണ്. എന്താ എളുപ്പം നോക്കണം. അപ്പോഴത് ഓർമ്മ വരണം. CA. ആൻസർ ഏതാണ്? ഓർ A ഏതാണ്? D. ആൻസർ D. ഇതുപോലെയാണ് ആലോചിച്ച് നോക്കാനുള്ള. 2 ഫാമിലി എടുത്ത് വെച്ച് നോക്കുക. കണ്ടോ? ഫെലിഡേ പാടല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ? മസിഡേ, ഈച്ചയുടെ മസിഡേ. അടുത്ത നമ്മളേതാണ്? ഹോമോസാപ്പിയൻസ്. ഏത് ഫാമിലിയാണ് പറഞ്ഞത്? ഏതിലാണ് പറഞ്ഞത്? ഹോമിനിഡേ. കണ്ടേ? A or ACA എന്നാണ്. ബോട്ടണി എന്നാകുമ്പോ ഏതിലേക്ക് വരുള്ളൂ? കണ്ടോ? ACA എന്നാണ് സഫിക്സ്. ആൻസർ D. അടുത്ത ക്വസ്റ്റ്യൻ 19. The correct classification of housefly is correct. ക്വസ്റ്റ്യൻ നമ്പർ 19. ഹൗസ് ഫ്ലൈയുടെ കറക്റ്റ് പൊസിഷൻ ടാക്സോണമി കാറ്റഗറി അല്ലെ? നമുക്ക് ടാക്സോണമി കാറ്റഗറി എഴുതാൻ പറ്റുമല്ലോ. എല്ലാവർക്കും എഴുതാൻ സിമ്പിൾ അല്ലേ? നമ്മൾ എന്ത് പറയാൻ പറ്റും? സ്പീഷീസ് ഏതാണ്? ജീനസ് മസ്ക ഡൊമസ്റ്റിക് എന്നാണല്ലോ ഹൗസ് ഫ്ലൈയുടെ. ഹൗസ് ഫ്ലൈയുടെ നമ്മൾ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഹൗസ് ഫ്ലൈയുടെ കറക്റ്റ് ക്ലാസിഫിക്കേഷൻ ഹൗസ് ഫ്ലൈ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും അല്ലെ? നമ്മൾ കറക്റ്റ് അല്ലെ? നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ? സ്പീഷീസ് ഡൊമസ്റ്റിക്ക, അടുത്ത ജീനസ് മസ്ക, അടുത്ത ഫാമിലി മസിഡിയെ, അടുത്ത ഓർഡർ ഡിപ്റ്റിറ. അന്ന് നേരത്തെ എഴുതിയ ഓർമ്മ ഡിപ്റ്റിറ. അടുത്ത ഫാമിലി, അടുത്ത ക്ലാസ് ഇൻസെക്ട, അടുത്ത ഫൈലം ആർത്രോപോഡ, ജോയിന്റ് ആർത്രോപോഡ, കിങ്ഡം അനിമേലിയ. കണ്ടോ? 1 2 3 4 5 6 7 കണ്ടോ? അപ്പൊ കിങ്ഡം അനിമേലിയ, ഫൈലം ആർത്രോപോഡ, ക്ലാസ് ഇൻസെക്ട, ഓർഡർ ഡിപ്റ്റിറ, ഫാമിലി മസിഡേ, ജീനസ് മസ്ക, സ്പീഷീസ് ഡൊമസ്റ്റിക്ക. ഈ കറക്റ്റ് സീക്വൻസ് അല്ലെ? ഏതിലാണെന്ന് നോക്കണം. കറക്റ്റ് സീക്വൻസ് അതിനകത്ത് ഏതാണ്? C. കണ്ടോ? കറക്റ്റ് ആയിട്ട് എഴുതിക്കുന്ന ആൻസർ ഏതാണ്? C. കണ്ടോ? ഇങ്ങനെ എഴുതി നോക്കി പഠിക്കണം. അല്ല ചുമ്മാ ഏതെങ്കിലും കറക്റ്റ് കുത്തി എഴുതുകയും ചെയ്യരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഈസ് മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ്? ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ഉള്ള പേർ ഏതാണ്? ഡോഗ് ആൻഡ് ടേപ്വേം. പട്ടി എന്ന് പറയുന്നത് ടേപ്വേം, ഡോഗ് എന്ന് പറയുന്ന ഒരു മമേലിയാണ്. ടേപ്വേം എന്ന് പറഞ്ഞ ഫൈലം ആഷിൽ മിന്തസിൽ വരുന്നതാണ്. അല്ല, അടുത്ത പറയാം ടേപ്വേം ആൻഡ് ബാക്ടീരിയ. ടേപ്വേം എന്ന് പറഞ്ഞാൽ മൾട്ടി സെല്ലുലാറിന് പറഞ്ഞാണ്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ. ബന്ധം വരും ഇല്ല. മൂന്നാമത് പെയർ പറയണ മഷ്റൂം. മഷ്റൂം എന്ന് പറഞ്ഞാൽ ഫംഗസ് വിഭാഗത്തിൽ വരുന്നത്. ട്രീ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് എന്ന റിലേഷൻ വരുന്നുണ്ടോ? ഒന്ന് ഓട്ടോട്രോപ്പിക്കും ഒന്ന് ഹെറ്ററോട്രോപ്പിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ ബന്ധം എന്നായിരിക്കും അമീബ ആൻഡ് ബാക്ടീരിയ. അത് സിമ്പിൾ, അൺഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അമീബ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ആണ്, ബാക്ടീരിയ യൂണിസെല്ലുലാർ ആണ്. പക്ഷെ വ്യത്യാസം, അമീബ പ്രോകാരിയോട്ട് ആണ്, ന്യൂക്ലിയസ് ഇല്ലാത്തതാണ്. എന്താണ് ബാക്ടീരിയ എന്ന് പറയുന്നത്? അമീബ എന്ന് പറഞ്ഞാൽ യൂകാരിയോട്ട്, ന്യൂക്ലിയസ് ഉള്ളതും, ബാക്ടീരിയ ന്യൂക്ലിയസ് ഇല്ലാത്തതുമായ ജീവിയാണ്. ഈ 20 ക്വസ്റ്റ്യൻ ആൻസർ D ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ഒരിക്കലും പറയണു. 1ന്റെ ആൻസർ A ആണ് അല്ലെ? 2ന്റെ ആൻസർ എന്ന് പറയുന്നത്
ആരാണ്? ഡി ആരാണ്? രണ്ടാം ആരാണ്? ലിനേഴ്സ്. സി ആണ് അല്ലെ? സി. മൂന്നാമത്തെ ആൻസർ ബി. 4 സി. 5 ബി. 6 സി. 7 ഡി. 8 സി. 9 അല്ലെ? 9 ഡി. അടുത്ത 10 സി. 11 സി. 12 ഡി. 13 ആൻസർ ഡോഗ് ഡി. 14 ഡി ഡോഗ് ഡി. 15 15th ഏതാണ്? സി. 16 ഡോഗ് ഡി. 17 എ. 18th ഡോഗ് ഡി. 19th അല്ലെ? 19th ഏതാണ്? 19th സി. 20th ഡോഗ് ഡി. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വായിച്ചോളൂ. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ക്ലാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇതിന്റെ ഒരു ടെസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയ ശേഷം ഇതിന്റെ ആൻസർ അടുത്ത ക്ലാസ്സിൽ ഒരു 10 ക്വസ്റ്റ്യൻ ക്ലാസ് ടെസ്റ്റ് എന്ന് അയച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പുസ്തകം മൊത്തം വായിക്കുക. ഈ ചാപ്റ്റർ ടെക്സ്റ്റ് എടുത്ത് മൊത്തം വായിച്ച ശേഷം ഇതിന്റെ ആൻസർ കണ്ടെത്തുക. ഇതിന്റെ ആൻസർ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. നാളെ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഓർ കെമിസ്ട്രി എന്താണെന്നുള്ള ടൈം ടേബിൾ വരും. എൻട്രൻസ് എന്ന് പറഞ്ഞ ടെൻഷൻ വേണ്ട. ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് ദെൻ ഏതായിരിക്കും? ഇതാണ് പഠിക്കേണ്ടത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ട്? നമുക്ക് എൻട്രൻസ് പഠിച്ച് 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അത്രയും ലെവലാക്കാണ് നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, അല്ലാതെ വെറുതെ എന്തെങ്കിലും പറയുകയല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക. നമ്മൾ ഈ ഫീൽഡിലൊക്കെ 10-20 വർഷമാണ് എൻട്രൻസ് ഫീൽഡിൽ നിൽക്കുന്നത്. ഓക്കെ, ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കടന്നു പോകാം. ടെൻഷൻ അടിപ്പിക്കേണ്ട. അല്ല വെറുതെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും പോയി അഡ്മിഷൻ എടുക്കുന്നു, അവിടെ പോയി 2 ബുക്ക് വാങ്ങിക്കുന്നു, വീട്ടിൽ വന്ന് ഇരിക്കുന്നു, പഠിക്കുക ഫുള്ള് വാങ്ങിക്കുക. ഓക്കെ, പഠിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുക. ഒരു എയിം അവിടെ എഴുതി ഒട്ടിക്കുക. വീട്ടിന്റെ പഠനമുറിയിൽ എഴുതുക, എനിക്ക് എൻട്രൻസ് നേടണം, എനിക്ക് എൻട്രൻസ് കിട്ടണം, എനിക്ക് MBBS കിട്ടണം എന്ന് ഉറപ്പിച്ച് ഓരോ ദിവസം എഴുതുക. അപ്പൊ നിങ്ങൾ പഠിക്കാനുള്ള ഒരു ചൂട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പഠിക്കുക. എൻട്രൻസ് ടെസ്റ്റ് വാങ്ങാനുള്ളവരൊന്ന് വാങ്ങുക, അഡ്മിഷൻ എടുക്കുക. ഓക്കെ, താങ്ക് യു.